ബാലൻ ദ ബോയ്. ചിദംബരത്തിനൊരു 100 ഉമ്മ. കാരണം നിങ്ങൾ ഫാമിലി ആയിട്ടോ കൂട്ടുകാരായിട്ടോ ആരെങ്കിലുമായിട്ടോ ഈ പടം എന്തായാലും എല്ലാ പ്ലാനും മാറ്റിവെച്ച് പോയി കാണുക. മലയാളത്തിൽ കഴിഞ്ഞ കുറേ കാലത്തിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് സിനിമ, ഒരു വേൾഡ് സെൻസിബിലിറ്റി, യൂണിവേഴ്സൽ സെൻസിബിലിറ്റി ഉള്ള പടമാണ് ബാലൻ ദ ബോയ്. എക്കോ എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ അതിനും മേലെ നിൽക്കുന്ന ഒരു സിനിമയാണ് ഇത്. പക്ഷേ ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ ബാലൻ സിനിമയേക്കാൾ ഉപരി ഞാൻ കൂടുതൽ ചിദംബരത്തെ കുറിച്ച് പറഞ്ഞേക്കാം. ബിക്കോസ് ഹി ഡിസേർവ്സ് ദാറ്റ്. ശരിക്കും പറഞ്ഞാൽ വാഴ 2-ലെ കൂട്ടുകാരന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പോകുന്ന സീൻ വളരെ ഉദാത്തമാണെന്ന് പറയുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ബാലൻ എന്ന സിനിമയുമായിട്ട് ചിദംബരം വരുന്നത്. ആ വാർത്ത കേട്ടപ്പോൾ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഫ്രിവോളിറ്റി അഥവാ ആഴമില്ലായ്മയെ ആഘോഷമാക്കുന്നവരുടെ ഇടയിലേക്ക് അല്പം ക്ഷമയോടെ കണ്ടിരിക്കേണ്ടതായിരിക്കുമെന്ന് ഉറപ്പുള്ള ഈ സബ്ജക്റ്റുമായി ചിദംബരം വരുമ്പോൾ അത് ചീറ്റിപ്പോകുമോ എന്നുള്ള പേടി, മഞ്ഞമ്മൽ ബോയ്സ് വഴി ഉണ്ടാക്കിയെടുത്ത പേരെല്ലാം ഇല്ലാതാകുമോ എന്നുള്ള പേടി. പക്ഷെ അപ്പോഴാണ് എൻ്റെ ഒരു വിദേശി സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിച്ചത്. ലോകത്തെ ഏറ്റവും മനോഹരമായ ഭൂമികകൾ, സമുദ്രങ്ങൾ, ഘനഗംഭീര പർവ്വതങ്ങൾ, ശുഭ്രാകാശങ്ങളെല്ലാം ഉള്ളത് മനുഷ്യന്റെ മനസ്സിലും അയാളുടെ ഭാവനയിലുമാണ്. മനുഷ്യ മനസ്സിലുള്ള മെന്റൽ ലാൻഡ്സ്കേപ്പ് ആണ് ലോകത്തിൽ ഏറ്റവും സുന്ദരമായ ലാൻഡ്സ്കേപ്പ് എന്ന്. അത്തരം മനുഷ്യരുമായി സംവദിക്കുന്നതാണ് അതിനേക്കാൾ മനോഹരമായ അനുഭവം എന്ന്. He was a very famous filmmaker from Israel. ചിദംബരത്തിന്റെ ഇന്റർവ്യൂകൾ കാണുമ്പോൾ തോന്നിയിരുന്നതും ഇതൊക്കെ തന്നെയാണ്. എത്ര ലളിതസുന്ദരമായ സംസാരം, എത്ര ക്രിയേറ്റീവായ ചിന്തകൾ. സോ ബാലൻ കാണാൻ പോകുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു, ഒപ്പം അല്പം പേടിയും. മോളിവുഡ് ടൈംസിലൊക്കെ കാണിച്ചു വെച്ചതുപോലെ ക്രിഞ്ചാക്കുമോ? ബട്ട് നോ. സിനിമ പറയുന്നത് ഒരു ഊരും പേരും അസ്തിത്വവുമില്ലാത്ത ഒരു അമ്മയുടെയും മകന്റെയും ജീവിതത്തിന്റെയും അവരുടെ പോരാട്ടങ്ങളുടെയും കഥയാണ്. സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് മാറിയുള്ള അവരുടെ സഞ്ചാരം. ആദ്യമൊക്കെ കാണുമ്പോൾ ലബനീസ് സിനിമയായ, വളരെ പ്രശസ്തമായ ലബനീസ് സിനിമയായ കാപ്പർനോം ഓർമ്മ വന്നു. പക്ഷേ ഒരു വ്യത്യാസം തോന്നിയത്, കാപ്പർനോമിലെ കുട്ടി വീട് വിട്ട് പുറത്തിറങ്ങുകയാണെങ്കിലും അവനൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അവൻ ആരാണ്, എന്താണെന്ന് നമ്മൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് സംഭവിക്കുന്ന ഓരോ ദുരന്തങ്ങളും അത് നമ്മുടെ ദുരന്തങ്ങൾ കൂടിയായി മാറും. സിനിമ കണ്ടു കഴിഞ്ഞാലും കാലങ്ങളോളം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയായി മാറും കാപ്പർനോം. പക്ഷേ ബാലനിലെ ബാലനും അമ്മയ്ക്കും യാതൊരു അസ്തിത്വവുമില്ല, ഐഡന്റിറ്റിയും ഇല്ല. സോ കഥ നന്നായി പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ചിദംബരത്തിന്റെ ഉള്ളിലെ സംവിധായകന് താനൊരു മഹാപ്രതിഭയാണെന്ന ബോധ്യം വന്ന് ഇത് മൊത്തം ക്ലീഷേ പരിപാടിയാക്കി. വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് കഥ പോകുന്നത്. അതിനൊരു സ്ട്രക്ചർ, ഒരു മീറ്ററിലാണ് കഥ പോകുന്നത്. നമ്മൾ സാധാരണ മലയാളം സിനിമകളിൽ കണ്ടു ശീലിക്കുന്ന ചടുലമായ ആ രീതിയിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കുളമാക്കി ചീറ്റിക്കളയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു, ഫേക്ക് ആകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പതിയെയുള്ള കഥാകഥന രീതി അല്പം കഴിഞ്ഞപ്പോൾ ബോറടിപ്പിക്കുന്നു എന്ന് തോന്നി. എസ്പെഷ്യലി ആഫ്റ്റർ ഇന്റർവെൽ ഇത് എങ്ങോട്ടാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ തോന്നി. ഇടയ്ക്ക് ഞാൻ ആലോചിച്ചു, നല്ല രുചിയുള്ള സാമ്പാറാണെങ്കിലും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന്. ബട്ട് ഐ വാസ് കംപ്ലീറ്റ്ലി പ്ലസന്റ്ലി റോങ്. അത്ര നേരത്തെ ക്ഷമയ്ക്ക് ഫലം കിട്ടുന്ന, അത്ര നേരം നമ്മൾ കണ്ട കഥകളും കാഴ്ചകളും എല്ലാം 10 മടങ്ങ് ശക്തിയോടെ നമ്മളിലോട്ട് തിരിച്ചു വരുന്ന ഒരു ക്ലൈമാക്സ് ആണ് ബാലൻ എന്ന ഈ സിനിമയുടേത്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈമാക്സസ് എവർ. നമ്മൾ പിടിച്ചെടുക്കുന്ന ഈ ക്ലൈമാക്സിൽ യു അണ്ടർസ്റ്റാൻഡ് ഈ അമ്മയ്ക്കും മകനും ഒരു ഐഡന്റിറ്റി ഇല്ലാത്തത് തന്നെയാണ് കഥയുടെ പ്രാധാന്യമെന്ന്. ക്ലൈമാക്സിൽ ഈ സിനിമ വളരെ സൈക്കോളജിക്കലായി മാറുന്നു, വളരെ വലിയ ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയി മാറുന്നു. ഏത് ചെറുത്തുനിൽപ്പും അത് എത്ര പേർ ഒറ്റക്ക് നടത്തിയാലും അത് വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ക്ലൈമാക്സ്. കൈറ്റ് റണ്ണർ, കാപ്പർനോം തുടങ്ങി ധാരാളം സിനിമകളിൽ, ഇന്റർനാഷണൽ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള നിലനിൽപ്പിനുള്ള പോരാട്ടം, വ്യവസ്ഥിതിക്കെതിരെയുള്ള പോരാട്ടം, അതിന്റെ ഒരു സൂചകമായി യൂണിവേഴ്സലായി മാറുന്നു ബാലൻ ദ ബോയ്. ആ ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ ഐ വാസ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ്. ഞാൻ മാത്രമല്ല, തിയേറ്റർ നിറഞ്ഞിരുന്ന കാണികളും. പിന്നെ കയ്യടി, കരഘോഷം. ഇപ്പോഴും ആ എഫക്റ്റ് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുന്നത് ഇതാണ്, ഇത്ര നല്ല സിനിമ എടുത്ത ചിദംബരത്തിന്റെ മനസ്സും ചിന്തകളും ഇന്റേണൽ മെന്റൽ ലാൻഡ്സ്കേപ്പും ഒക്കെ എത്ര സുന്ദരമായിരിക്കുന്നു. ഐ മീൻ നോട്ട് ഓൺലി ഹിം. ഈ കഥ എഴുതിയിരിക്കുന്നത് ജിത്തു മാധവനാണ്. ആവേശം നമുക്ക് തന്ന ജിത്തു മാധവൻ. ആവേശത്തിലെ രംഗണ്ണൻ ഒരു കോമാളി കഥാപാത്രമാകാതെ പോയത് എല്ലാ കോമാളിത്തരങ്ങൾക്കിടയിലും ഏത് മനുഷ്യനും കണക്ട് ആകുന്ന ഒരു ഇമോഷണൽ ആർക്ക്, ഒറ്റപ്പെടലിന്റെ ഒരു അംശം ജിത്തു അയാൾക്ക് സമ്മാനിച്ചത് കൊണ്ടാണ്. ഇവിടെ എത്തുമ്പോൾ ജിത്തു ഈസ് ഇൻ ഫുൾ ഫോം. കൈയടക്കത്തോടെ, കരുതലോടെ, സംവേദനക്ഷമതയോടെ പോകുന്നു ഈ കഥ. കഥക്കനുസരിച്ച് ദൃശ്യഭാഷ്യം തന്നെയാണ് സിനിമറ്റോഗ്രാഫർ ഷൈജു ഖാലിദ് ഒരുക്കിയിരിക്കുന്നത്. തുടക്കം മുതലേ നമ്മെ കഥയിലേക്ക് ആവാഹിക്കുന്ന ദൃശ്യങ്ങൾ. ഇതിനോടകം ഏറെ നല്ല സിനിമകളുടെ പിൻബലമുള്ള മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവ് ഉണ്ടാക്കിയ അതേ മനുഷ്യൻ അജയൻ ചാലിശ്ശേരിയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. സുഷിൻ ശ്യാമിന്റെ സംഗീതം ആദ്യം അല്പം അൺസെറ്റിലിംഗ് ആയി തോന്നി, പിന്നീട് സിനിമയുമായി ഒത്തുപോകുന്നു, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ ക്ലൈമാക്സ്. സോ മേ ബി ഹി വാണ്ടഡ് ദാറ്റ് എഫക്ട്.
ബട്ട് സ്റ്റിൽ പുള്ളിയുടെ പാത്തോസും എത്തോസും ഒക്കെ അല്പം മാറ്റിപ്പിടിക്കാമെന്ന് തോന്നുന്നു. അഭിനയത്തിലേക്ക് വന്നാൽ ഫർസാന പാലത്തിങ്കലാണ് പ്രധാന വേഷം. ഫർസാനയെ നമ്മൾക്കറിയില്ലെങ്കിലും ഒരു ഇന്റർനാഷണൽ സ്റ്റേജിൽ ഷീസ് എ വെൽ നോൺ നെയിം. അവാർഡുകൾ ലഭിച്ച പോയറ്റാണ്, ഫാഷൻ പേഴ്സണാലിറ്റിയാണ്, നടിയാണ്, അങ്ങനെ പല രീതിയിൽ കഴിവ് തെളിയിച്ച മലയാളിയാണ് ഫർസാന. ഫർസാനയുടെ ഒരു ബന്ധുവായ എൻ്റെ ഒരു ഫോളോവർ വിളിച്ചു പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ സിനിമ കാണാൻ പോയത്. ഈ കഥയിലെ അമ്മയുടെ കഥാപാത്രം വളരെ മനോഹരമായാണ് ഫർസാന അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ആ ബന്ധുവിനെ യു ക്യാൻ ബി വെരി പ്രൗഡ് ഓഫ് ഹെർ. ടോവിനോ നല്ലൊരു വേഷത്തിൽ വന്നിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സമയത്തൊക്കെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് തോന്നി. ജീൻ പോൾ ലാൽ തനിക്ക് കിട്ടിയ പോലീസ് കഥാപാത്രം വളരെ നന്നായി തന്നെ ചെയ്തിരിക്കുന്നു. ഗിരീഷ് ഏടിയും കുഴപ്പമില്ല, ഈസ് കൈൻഡ് ഓഫ് ഫൺ. ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം മധ്യവയസ്സ് കഴിഞ്ഞ ഒരു പുതുമുഖ നടി ചെയ്തിട്ടുണ്ട്. സ്പോയിലർ അലർട്ട് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹർ. ഇതിനകം കഥ പറയുന്ന വലിയ കണ്ണുകളുമായി ബാലന്റെ പോസ്റ്ററുകളിൽ നിറയുന്ന ബാലതാരമാണ് ആദിശേഷൻ. ആദിശേഷനാണ് ബാലൻ എന്ന കുട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. തനിക്ക് കിട്ടിയ വേഷം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു ഈ ചെറിയ കുട്ടി. കണ്ണുകൾ അഭിനയിക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് ഫഹദ് ഫാസിലിന് അല്പം കൂടി പഠിക്കാം ഈ കുട്ടിയിൽ. സിനിമയിലെ സർപ്രൈസ് പാക്കേജ് പക്ഷെ മറ്റൊരു കുട്ടിയാണ്. മുഹമ്മദ് സിനാൻ ഫർസാനയോടും ആദിശേഷനോടും ഒപ്പം നിൽക്കുന്ന, ഒരുപക്ഷെ അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രകടനം, വളരെയധികം നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രകടനവുമായി ഈ ചിത്രത്തിൽ ഈ കൗമാരക്കാരനുണ്ട്. അതാരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, മേ ബി നിങ്ങൾ ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കണ്ട് ഇതാരാണെന്ന് കണ്ടുപിടിക്കുക. അവസാനമായിട്ട് ഞാൻ മുമ്പ് വളരെ ആക്റ്റീവായിട്ട് സിനിമ റിവ്യൂകൾ ചെയ്തിരുന്നു. പല റിവ്യൂകളും മില്യൺ വ്യൂസിന് അപ്പുറത്ത് പോയിട്ടുമുണ്ട്. ആക്ച്വലി ദെർ വാസ് എ സ്കോപ്പ് ഓൾസോ. കാരണം ഇപ്പോൾ പല റിവ്യൂവർമാർക്കെതിരെയും ആരോപണം വരുന്നത് പോലെ എനിക്കും ലക്ഷങ്ങൾ വാങ്ങി സിനിമ റിവ്യൂ, പോസിറ്റീവ് റിവ്യൂ ചെയ്യാമായിരുന്നു. പലരും എന്നെ സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാനത് തുടരാതിരുന്നതിന് ഒരു കാരണം, തൂക്കി, ബ്രില്യൻസ്, പൊളിച്ചു, വിന്റേജ് തുടങ്ങിയ ആഴമില്ലാത്ത വാക്കുകളുമായി സിനിമകൾക്ക് റിവ്യൂ ഇടുന്ന ഫ്രിവലസ് പരിപാടിക്ക് നിൽക്കാൻ തോന്നിയില്ല. ബട്ട് ആഫ്റ്റർ വാച്ചിങ് ബാലൻ, ദിസ് ഈസ് വാട്ട് ഐ ഫെൽറ്റ്. മലയാളം സിനിമയ്ക്ക് ഒരു ഇന്റർനാഷണൽ, ഒരു വേൾഡ് സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ബാലനിലാണ്, എക്കോയിലാണ്. ഇത്തരം സിനിമകളാണ് റിവ്യൂ ചെയ്യപ്പെടേണ്ടത്, ആഘോഷിക്കപ്പെടേണ്ടത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരത്തിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വയലൻസ് കുത്തിനിറച്ച ഒരു പാൻ ഇന്ത്യൻ ഫിലിം എടുക്കാമായിരുന്നു, താരങ്ങളുടെ പിറകെ പോകാമായിരുന്നു. പക്ഷേ പകരം സ്വന്തം ക്രിയേറ്റിവിറ്റിക്ക് പിന്നാലെ പോയ ചിദംബരത്തെ പോലെയുള്ള യുവാക്കളുടെ മനസ്സിലാണ് ഏറ്റവും നല്ല ഭൂമികകളുള്ളത്, ഏറ്റവും നല്ല സിനിമകളുള്ളത്, റിവ്യൂ ചെയ്യപ്പെടേണ്ട സിനിമകൾ. എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, ക്യാമറയോ ഒന്നുമില്ലാതെ, റീൽസ് എടുക്കാനല്ലാതെ, വീഡിയോ എടുക്കാനല്ലാതെ, ഇന്റർവ്യൂ എടുക്കാനല്ലാതെ ചിദംബരവുമായി ഒരു കപ്പ് കാപ്പി കുടിക്കാൻ പറ്റിയെങ്കിലെന്ന്. അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ്, അയാൾ പറയുന്നത് കേട്ട് വെറുതെ ഇരിക്കാൻ പറ്റിയെങ്കിലെന്ന്. അത് നടന്നാലും ഇല്ലെങ്കിലും ഹാറ്റ്സ് ഓഫ് ടു ദിസ് ഗൈ. ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ് ആൻഡ് തിയേറ്റേഴ്സ് ഓൺലി. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഇന്ന് തന്നെ പോയിക്കോളൂ.